സ്നേഹമുള്ളൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഇടയ്ക്ക് കണ്ട ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുപോലെ അതുപോലെ സ്ക്രോൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് കണ്ട ഒരു വീഡിയോ, ഹൗ ടു പ്രിവെൻറ്റ് ട്രോമ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിലാണ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടത്. മറ്റൊന്നുമല്ല, ബെനഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടി അവന് വിശന്നു കഴിഞ്ഞപ്പോൾ അടുക്കളയിലേക്ക് കടന്നു വരുന്നതും ആ കുട്ടി എന്തോ സാധനം എടുത്ത് കഴിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രേ മുഴുവൻ മറിഞ്ഞു വീഴുന്ന ഒരു സംഭവമാണ്. ഒത്തിരിയേറെ ചില്ലുപാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിത്തകരുന്ന ഒരു രംഗം. ഉടനെ തന്നെ ആ കുട്ടി വളരെ ഷോക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ അവിടെ നിന്ന് ഓടി മാറുകയാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ അമ്മ പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ, ഐ ആം നോട്ട് മാഡ് അറ്റ് യു. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. നീ പേടിച്ച് ഓടേണ്ട കാര്യമില്ല, ഞാൻ നിന്നോട് യാതൊരു ദേഷ്യവും എനിക്കില്ല, നീ ഇങ്ങോട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞു ആ അമ്മ വിളിക്കുകയാണ്. ആ മകൻ്റെ അപ്പനും അടുക്കളയിലേക്ക് ആ സമയത്ത് കടന്നു വരുന്നു. എന്നാൽ ആ അപ്പനും ഒരു വാക്ക് പോലും പറയുന്നില്ല. എത്രയും വേഗം കൊച്ചിൻ്റെ കാലിൽ ചില്ല് കൊള്ളാതിരിക്കാൻ ഞാൻ ആ കുട്ടിയുടെ ഷൂ എടുത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ അതിലെ മൂവ് ചെയ്യുന്ന ഒരു രംഗം. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വീഡിയോ ആണ്. ആ മകന് ട്രോമയിലേക്ക് നയിക്കാവുന്ന ഒരു സംഭവമായിരുന്നു അത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ അത് അത്രയും വിലപിടിപ്പുള്ള ചില്ലുപാത്രങ്ങൾ വീണുടയുമ്പോൾ ഉടനെ ആ മകൻ പേടിച്ച് വിറയ്ക്കുന്ന ആ ഒരു രംഗമുണ്ട്. പക്ഷേ അവിടെ അമ്മ കൈകാര്യം ചെയ്ത ഒരു രീതി, ഞാൻ നിന്നോട് ഒരു രീതിയിലും ദേഷ്യമില്ല, ഐ ആം നോട്ട് മാഡ് അറ്റ് യു എന്ന് ആ അമ്മ പറയുമ്പോൾ ആ മകൻ്റെ മുഖത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നും തന്നെയാണ്. അപ്പോൾ ആ മകന് സംഭവിച്ചത് എന്താണ്? കാരണം അവനെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വീണുടഞ്ഞു. എൻ്റെ അമ്മയും അപ്പനും എന്നെ ഇതിപ്പോൾ ദേഷ്യപ്പെടും. നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കി, മിക്കവാറും അവൻ്റെ കാലം പിടിച്ചെടുത്തിട്ട് അടിച്ചിട്ടുണ്ടാവും, അല്ലേ? നിന്റെ കൈ അടങ്ങിയിരിക്കില്ല എന്ന് ചോദിച്ച് വടിയെടുത്ത് പൊട്ടിക്കുന്ന ഒരു രംഗമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വരിക. പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് അവനെ പറയാവുന്ന വാക്കുകളുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഈ അമ്മ വളരെ തന്മയത്വത്തോടു കൂടി ആ മകനെ ആശ്വസിപ്പിക്കുകയാണ്. നമുക്കും പലപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമാണത്, അല്ലേ? നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ കടന്നു വരുന്ന കുട്ടികൾക്ക് ചെറുപ്പകാലത്തെ ഏറ്റവും ക്ഷതങ്ങളാണ് കൂടുതലായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അവരുടെ അമ്മ പൊട്ടിത്തെറിച്ച ആ സമയത്ത് അവരുടെ മനസ്സിനേറ്റ ഒരു ക്ഷതം അത് വളർന്നു വന്നപ്പോൾ ഒരു ട്രോമയായിട്ട് മാറി. എൻ്റെ ജീവിതത്തിലും ചില ട്രോമകൾ എനിക്ക് പറയാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് എൻ്റെ മൂക്ക് ദശ വളരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഒരു ക്ഷതമുണ്ട്. കാരണം അന്ന് ആ മരുന്ന് വെച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാതെ ആ ടേബിളിൽ കിടന്ന് പെടഞ്ഞ ഒരു രംഗമുണ്ട്. ഇപ്പോഴും മൂക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന രംഗം അതാണ്. കാരണം അന്ന് ഞാൻ മരിച്ചു പോകേണ്ടിയിരുന്നതാണ്, ഞാൻ ആ ടേബിളിൽ കിടന്ന് പെടഞ്ഞതാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ പോവില്ല. ഈ അടുത്തും എന്നോട് ചില അച്ഛന്മാരൊക്കെ പറഞ്ഞു, ഇനി ശ്വാസം വിളിക്കുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ തോന്നുന്നുണ്ടല്ലോ, എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പോയി ENT ഡോക്ടറെ കാണ്, ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ചെയ്യുക. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു രംഗം എന്ന് പറയുന്നത് അന്ന് ആ ടേബിളിൽ കിടന്ന് പെടഞ്ഞ ഒരു രംഗമാണ്. കാരണം വായിൽ ഓക്സിജൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് ആ മരുന്നിൻ്റെ അംശം, മരവിപ്പിക്കുന്ന മരുന്നിൻ്റെ അംശം ആ തൊണ്ടയിലേക്ക് ചെന്നപ്പോൾ അവിടെ മരവിച്ച് പോകുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു വേദന ഇപ്പോഴും ഒരു ട്രോമയായിട്ട് എന്നിൽ പിന്തുടരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലും ഇതുപോലെയുള്ള ട്രോമകളുണ്ട്. അവരുടെ മാതാപിതാക്കൾ ചേർത്ത് പിടിക്കേണ്ട സമയം, അവരെ അതുപോലെ വേദനപ്പെടുത്തിയ നിമിഷങ്ങൾ, അവരോട് ശകാരിച്ച നിമിഷം, അതെല്ലാം അവരുടെ മനസ്സിലൊരു ട്രോമയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഈ ഒരു അമ്മയെ പോലെ ആ പൊട്ടിത്തെറിക്കാതെ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അല്ല, ആ കുട്ടിക്ക് വിശന്നു, ആ കുട്ടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറായി. ആ സമയത്ത് അറിയാതെ നടന്ന ഒരു ആക്സിഡൻറ്റ്. ആ അമ്മയും ആ മകനോട് പറയുന്നു, ഇറ്റ് വാസ് എ ആക്സിഡൻറ്റ്, ഡോണ്ട് വറി, അല്ലേ? നമ്മൾ അതേപോലെ പറയില്ല. പക്ഷേ ആ അമ്മ ആ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണ്, ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്, യു ഡോണ്ട് വറി, ഐ ആം നോട്ട് മാഡ് അറ്റ് യു. പ്രിയമുള്ളവരെ, അതുപോലെ മറ്റുള്ളവരെ പരിഗണിക്കാൻ നമ്മൾ തയ്യാറാക്കണം. അത് കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ചിലപ്പോൾ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് വയസ്സാം കാലത്തൊക്കെ എത്തുമ്പോൾ അവർക്ക് കൺട്രോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അറിയാതെ കൈതട്ടി കുറച്ച് നടക്കുന്ന സമയത്ത് അറിയാതെ കൈതട്ടി പലതും വീണു പോകാം. അന്നേരം ഷൗട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ അതാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. കാരണം ഞാനാണ് ആ ഒരു അവസ്ഥയിൽ അതിലൂടെ കടന്നു പോകുന്നത്, എന്താണ് സംഭവിക്കുക? പക്ഷേ എൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ മിസ്റ്റേക്കുകൾ വരാൻ പാടില്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നിയത് ഇതാണ്. എൻ്റെ അടുത്ത് പല മാതാപിതാക്കളും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പാരീഷിൽ കൊച്ചനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കാരിസ് ഭവനിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്താണെങ്കിലും പലരും കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ ഇവന് എന്ത് കണ്ടാലും
അവന് പേടിയാണ്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. ചെറുപ്പത്തിൽ അതേ ഒരു മിസ്റ്റേക്ക് ചെയ്തപ്പോൾ അവരെ തന്നെ മാതാപിതാക്കൾ അവനെ ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോൾ ചുമ്മാ കടന്ന് ചൂടാകാതെ വളരെ യുക്തിപൂർവ്വം അതിനെ വിലയിരുത്തുക. ഞാനാണ് ആ സമയത്തെങ്കിൽ എന്താണ് ചെയ്യുക? അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതോ അബദ്ധം സംഭവിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ആ രീതി കാണുക. അവരെ ചേർത്ത് നിർത്തുക. അത് ഓർത്ത് നീ പേടിക്കണ്ട, നമുക്ക് ക്ലീൻ ചെയ്യാം. അത് കൈയൊന്നും കീറാത്ത രീതിയിൽ അവനെയും ചേർത്തിട്ട് അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഒരുമിച്ച് കൊണ്ടുപോയി അതൊക്കെ ഒന്ന് വേസ്റ്റ് ചെയ്യുക. അവൻ്റെ മനസ്സിലെ ആ സംഘർഷം കുറയ്ക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ചായിട്ട് വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് പല കുട്ടികളും നേരിടുന്ന ഒരു സംഭവമാണിത്, അല്ലേ? മാതാപിതാക്കൾ ദേഷ്യപ്പെടുമ്പോൾ അത് അവരുടെ മനസ്സിൽ മുറിവേൽക്കുന്നുണ്ട്. അത് തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ആ ഒരു ട്രോമ അവരെ പിന്തുടരും. അപ്പോൾ അതിന് അവസരം കൊടുക്കാതെ സ്നേഹത്തോടെ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മനസ്സിലാക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ആ ഒരു സ്നേഹവും പരിചരണവും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ഗൈഡായിട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സുഹൃത്തായിട്ട് മാറുവാൻ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.